തേർമല കൈക്കൂലിത്തട്ടിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ചെങ്കൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് തേർമല സംരക്ഷണ സമിതി ഇരിട്ടി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA ധർണ ഉദ്ഘാടനം ചെയ്തു. ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലും പടിയൂർ കല്യാട് പഞ്ചായത്തിലും ഉൾപ്പെട്ട കൈക്കൂലിത്തട്ടിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ചെങ്കൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് തേർമല സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇരിട്ടി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. 2019 പ്രവർത്തനം ആരംഭിച്ച ചെങ്കൽ ക്വാറി പ്രളയത്തെ തുടർന്നുണ്ടായ ഭീഷണി കാരണം നിർത്തിവെപ്പിച്ചിരുന്നു. തുടർന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നടത്തിയ പരിശോധനാ റിപ്പോർട്ടിൽ ചെങ്കുത്തായ ഈ പ്രദേശത്ത് ഖനനം നടത്തിയാൽ ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് 2023 വീണ്ടും പ്രവർത്തനം ആരംഭിച്ച ചെങ്കൽ ക്വാറിക്ക് 48 സെന്റ് സ്ഥലത്തിന് മാത്രമായിരുന്നു ജിയോളജി വകുപ്പ് പെർമിറ്റ് നൽകിയിരുന്നത്. എന്നാൽ ഈ പെർമിറ്റ് വെച്ച് ഏക്കർ കണക്കിന് സ്ഥലമാണ് ഖനനം നടത്തിയതെന്നും സംരക്ഷണ സമിതിയുടെ ആരോപണം. ബന്ധപ്പെട്ട വകുപ്പുകളുടെയെല്ലാം റിപ്പോർട്ടുകൾ അവഗണിച്ചുകൊണ്ട് ചെങ്കൽ ക്വാറിക്ക് വീണ്ടും പെർമിറ്റ് നൽകിയ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. ഖനനം തുടർന്നാൽ കൈക്കൂലിത്തട്ടിന് താഴ്വാരത്ത് താമസിക്കുന്ന തേർമല നിവാസികളായ 300ഓളം കുടുംബങ്ങൾക്കും സ്കൂൾ, അംഗൻവാടി, ആരാധനാലയങ്ങൾ, ആദിവാസി കോളനികൾ എന്നിവയ്ക്കും വരുന്ന മഴക്കാലത്ത് വലിയ ദുരന്തം ഉണ്ടാകുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. ധർണ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് PC ഷാജി, ചാക്കോ പാലക്കലോടി, രാമകൃഷ്ണൻ കോയാടൻ, ബിനു മുരിയംവേലിൽ, കുര്യാക്കോസ് മണിപ്പാടത്ത്, ജോസഫ് കാഞ്ഞിരത്താംകുന്നേൽ, ബാബു മുരിയംവേലിൽ, ജോർജ് പുളിക്കക്കുന്നേൽ, റെജി കോലക്കുന്നേൽ, ലിസി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഏറെ ഗൗരവമുള്ള ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഇരിട്ടി താലൂക്ക് ആസ്ഥാനത്ത് ഇത്തരത്തിൽ നാട്ടുകാരുടെ ഒരു സമരം ഇവിടെ അരങ്ങേറുന്നു. ആദ്യമായി തന്നെ ഈ സമരത്തിൽ പങ്കാളികളായ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുക. നമ്മുടെ നാടിന് ഭീഷണിയായ, ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന, ഒരുപക്ഷെ വലിയ ദുരന്തങ്ങൾക്ക് പോലും കാരണമാകുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ ജനസമൂഹത്തിന് സംരക്ഷണം നൽകുന്നതിന് പകരം നിയമവിരുദ്ധമായിട്ടുള്ള ചെങ്കൽ ക്വാറി പ്രവർത്തനം തടയുന്നതിന് പകരം അത്തരത്തിലുള്ള മാഫിയകളെ സഹായിക്കുന്ന നിലപാട് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്, ജനങ്ങളെ സംരക്ഷിക്കണം, നാടിനെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം ഇവിടെ നടക്കുന്നത്. ഈ സമരം പുതിയ ഒരു സംഭവമല്ല. ഈ സമരത്തിന് വലിയ പഴക്കമുണ്ട്. നിരവധി കാലമായി തേർമലയിലെ ജനങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇന്ന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലെത്തി ഇവിടെ നിൽക്കുന്നത്. പലപ്പോഴും തേർമലയിൽ ഉയർന്നു വന്ന ജനങ്ങളുടെ പ്രതിഷേധവും അവരുടെ പ്രയാസവും സർക്കാരിനും ജനപ്രതിനിധികൾക്കുമെല്ലാം നൽകിയിട്ടുള്ള അവരുടെ നിവേദനങ്ങളും നമ്മുടെ ജില്ലാ കളക്ടർക്കും തഹസിൽദാർക്കും ഉൾപ്പെടെയുള്ള നിരവധിയായ നിവേദനങ്ങൾ നൽകിയ ശേഷമാണ് അതിനൊന്നും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകാത്തതുകൊണ്ടാണ് ആ ഗ്രാമത്തിൽ ഒതുങ്ങി നിന്ന് ആ സമരം ഇന്നിപ്പോൾ നമ്മുടെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്.